നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് വരവ് അറിയിച്ചിരിക്കുകയാണ് നാടും നഗരവും. എവിടെ നോക്കിയാലും ക്രിസ്മസ് രാവ്. ചുവപ്പും വെള്ളയും വസ്ത്രം ധരിച്ച് കരോൾ, ക്രിസ്മസ് പപ്പ, ക്രിസ്മസ് ട്രീ, പുൽക്കൂട് എന്നിവ എല്ലാം നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. ക്രിസ്മസിന്റെ രാവായ ഇന്നലെ കലയപുരം ആശ്രയ സങ്കേതത്തിൽ വൈകിട്ട് 5 മണിക്ക് ക്രിസ്മസ് ആഘോഷത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കുകയും ആശ്രയ സങ്കേതം വൈസ് പ്രസിഡന്റ് മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. തിരുവനന്തപുരം മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികാപ്സ് ഈ വർഷത്തെ ക്രിസ്തുമസ് സന്ദേശം അറിയിച്ചു. തുടർന്ന് കലയപുരം CSI കൊയർ ഗ്രൂപ്പിന്റെ ക്രിസ്തുമസ് കരോൾ ഗാനസന്ധ്യ നടത്തുകയുണ്ടായി. ക്രിസ്മസിൻ്റെ ആഘോഷം ലോകമെങ്ങും നടക്കുന്ന ഘട്ടത്തിൽ ആശ്രയില്ല ക്രിസ്മസിൻ്റെ സന്തോഷവും ആഘോഷവും ഇവിടെ നോക്കുമ്പോൾ ക്രിസ്മസ് പാപ്പമാരുടെ തൊപ്പിയുമായി ഇത്രയേറെ കുട്ടികളും പ്രായമുള്ളവരും എല്ലാം ഇരിക്കുമ്പോൾ ആ സന്തോഷവും ഇവിടെ സജീവമായിട്ട് എത്തിച്ചേർന്നു എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും നന്നായി ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു വേദി തന്നെയാണ് ആശ്രയം. ക്രിസ്മസ് ആയാലും ഓണമായാലും മറ്റു ഫെസ്റ്റിവലുകളൊക്കെ ഏറ്റവും നന്നായി സംഘടിപ്പിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം വഴിയാണ് ആശ്രയയുടെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ക്രിസ്മസിൻ്റെ സന്ദേശവും ക്രിസ്മസിൻ്റെ ആശയങ്ങളും ലോകത്തെങ്ങും മനുഷ്യന് ജീവിത ദുരിതങ്ങളിൽ നിന്ന് മനുഷ്യന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളും ആശയങ്ങളുമായി ക്രിസ്തു പിറവിയെടുത്ത ദിവസമാണ്. അതിൻ്റെ പൗരാണികമായ വിശ്വാസപരമായ കാര്യങ്ങൾ ഇന്ന് അത് നൽകുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ലോകത്തിൻ്റെ പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കാൻ പറ്റിയ ആരാധനാലയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മനുഷ്യന് വേണ്ടിയിട്ട് ആരാധനാലയങ്ങളും എല്ലാ ക്രമങ്ങളും എന്നുള്ള ആശയം ലോകത്തെ പഠിപ്പിച്ച ഒരു പുതിയ ദിശയിലേക്ക് ലോകത്തെ എത്തിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നതാണ് ഈ ക്രിസ്മസിൻ്റെ. ഈ ക്രിസ്മസിൻ്റെ ദിവസത്തിൽ ഇവിടെ കൂടുതൽ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറയുന്നത് ഔചിത്യമല്ല. എങ്കിലും ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ ലോകത്തെ പലപ്പോഴും വലിയ തോതിൽ പരസ്പരം സൗഹൃദമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ലോകം മനുഷ്യന് ഒത്തിരി കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ കഴിയും. 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള ലോകമല്ലെന്ന് ഏത് കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന അറിവിൻ്റെ പുതിയ തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ പല സ്ഥലങ്ങളിലും സമാധാനമില്ല, സഹവർത്തിത്വമില്ല. അപ്പം ഇഷ്ടംപോലെ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം മനസ്സമാധാനവും സ്നേഹവും ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യന് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സുണ്ടാകണം. അതാണ് ഓരോ ദിവസവും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലും അത്തരം സ്ഥലങ്ങളുണ്ട്. മണിപ്പൂരിലെ സംഭവങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ലോകത്ത് യൂറോപ്പിലായാലും അല്ലെങ്കിൽ പാലസ്തീൻ, ഇസ്രായേൽ പോലെയുള്ള പ്രദേശങ്ങളിലായാലും ഒക്കെ ഇന്നുള്ള അവസ്ഥ മനുഷ്യന് അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്നതും ഞെട്ടലുണ്ടാക്കുന്നതും ചിന്തിക്കുന്ന ആളുകൾക്ക് ഉറക്കം കിട്ടാത്തതുമാണ്. അപ്പോൾ മനുഷ്യന് ഏറ്റവും നന്നായി ജീവിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. മാനവ സമൂഹം ഒരുമിച്ച് ഏറ്റവും നന്നായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനു വേണ്ടിയിട്ടുള്ള ആശയങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ വളരെ സജീവമായി നടത്തണം. നമുക്ക് ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോൾ നല്ല കൂട്ടായ്മയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കോവിഡിൻ്റെ സമയത്ത്. ഇവിടെയും കോവിഡിൻ്റെ സമയത്ത് കുറേയേറെ ആളുകളെ വിട്ടുപിരിയേണ്ടി വന്നൊരു കേന്ദ്രമാണ് നമ്മുടെ ഈ ആശ്രയി. 1000-ഓളം അന്തേവാസികളുണ്ട്. താമസിക്കാൻ വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. 1000 പേര് അസുഖമുള്ള സമയത്ത് അല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അസുഖം വരുന്ന സമയത്ത് ഇവിടെ ഓക്സിജൻ കിട്ടണം. അതുപോലെ ആദ്യഘട്ടത്തിൽ നോക്കാനുള്ള മീറ്ററുകളില്ല, ഇതിന് പരിശോധനയില്ല. പെട്ടെന്ന് കടകളെല്ലാം അടച്ചു കിടക്കുകയാണ്. ഭക്ഷണ സാധനങ്ങൾ എവിടെ നിന്ന് വരും? ഇത്രയും പേർക്ക് 1000 പേര് താമസിക്കുന്നതാണ്.
അപ്പോൾ ഫസ്റ്റ് ലൈൻ സെൻ്ററായിട്ട് ഇവിടെ ഇത് തന്നെ ഒരു പ്രാഥമിക ആശുപത്രി സംവിധാനമാക്കി മാറ്റി. പഞ്ചായത്തും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും എല്ലാം ഞങ്ങളെല്ലാവരും സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നൂറുകണക്കിന് വാളണ്ടിയർമാരുണ്ട്. അപ്പുറത്തെ പള്ളിയിലും അതിനപ്പുറത്തുമൊക്കെ സാധനങ്ങൾ ഇഷ്ടംപോലെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഫസ്റ്റ് ലൈൻ സെൻ്ററാണ്. ഇവിടുന്ന് പല ആളുകളെയും സീരിയസ് ആയിട്ട് നമുക്ക് മറ്റേ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഈ കോവിഡ് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മുഴുവൻ ആളുകളും, അന്നേരം കേരളത്തിൽ ജാതി മതവും ഇല്ല, ലോകത്തെവിടെയും ജാതി മതവും ഇല്ല. അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം. പണമുള്ളവനും പാവപ്പെട്ടവനും ഇല്ല. എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു ഓർമ്മ, ഇറ്റലിയിലെ ഏറ്റവും വലിയ ഒരു ടെലിവിഷൻ കമ്പനിയുടെ ഉടമയുടെ മകൾ പറഞ്ഞതാണ്. ടെലിവിഷൻ കമ്പനിയുടെ ഉടമ കോടീശ്വരനാണ്, ശതകോടീശ്വരനാണ്. അദ്ദേഹം മരിച്ചുപോയി കോവിഡ് സമയത്ത്. അദ്ദേഹം ആദ്യം കോവിഡ് വന്ന സമയത്താണ് അവിടെ പെട്ടെന്ന് കോവിഡ് വന്നപ്പോൾ അസുഖം എന്താണെന്ന് പോലും അറിയാത്തൊരു ലോകമാണ്. ഓക്സിജൻ വേണം, പക്ഷേ ഓക്സിജൻ ഇത്ര ആൾക്ക് കൊടുക്കാനില്ലല്ലോ. ഓക്സിജൻ ഉണ്ടായി, അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇല്ല. അപ്പോൾ പ്രായമുള്ള 70 80 വയസ്സുള്ള പ്രായമുള്ള ആളുകൾ ഓക്സിജൻ ഇട്ട് കിടക്കുമ്പോൾ ഒരു 40 വയസ്സുകാരനോ 30 വയസ്സുകാരനോ വരുന്നു. അപ്പോൾ ഇവരുടെ ഇതെടുത്ത് അങ്ങോട്ട് പറ്റും. കാരണം എന്താ, പ്രായമുള്ളവരുടെ ആയുസ്സൊക്കെ തീരാറായല്ലോ, ഈ ചെറുപ്പക്കാരനെ ജീവിപ്പിക്കണം. ഇതായിരുന്നു ലോകത്തുണ്ടായിരുന്ന അവസ്ഥ. ഇത് പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അതിനെയൊക്കെ മറികടക്കാൻ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു. ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് തൊട്ടടുത്ത ആഴ്ചകളിലാണ് കൊല്ലത്ത് ചവറയിൽ 1500 ബെഡുള്ള ഓക്സിജൻ കണക്റ്റഡ് ആയിട്ടുള്ള ബെഡുള്ള ഒരാശുപത്രി ടെമ്പററി ആയിട്ട് കേരളത്തിലെ സർക്കാർ നിർമ്മിച്ചു. കാരണം ഈ ചവറയിലെന്താ ചെയ്യാൻ കഴിയും? ചവറയിൽ നമുക്ക് KMML എന്ന് പറയുന്ന വലിയൊരു ഫാക്ടറി ഉണ്ട്. അവിടെ ഓക്സിജൻ അതിൽ നിന്നുള്ള ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നൊരു ഫാക്ടറി. അതുകൊണ്ടാണ് നമ്മളവിടെ ഞങ്ങളെല്ലാം കൂടി അവിടെ പോയിട്ട് എത്രയും ബെഡ്, 1500 ബെഡ്, അവിടുത്തെ സ്കൂളിലെ കെട്ടിടം മുഴുവൻ എടുത്തിട്ട് അതിൽ ബെഡ് ഉണ്ടാക്കി ഒരു 500 പേര് കിടക്കാവുന്ന ടെമ്പററി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കി. ഇതൊക്കെ ചെയ്തു. പക്ഷേ ഇത് പിന്നീടാണ്. ആദ്യഘട്ടത്തിൽ ഇറ്റലി വന്നപ്പോൾ ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ ടെലിവിഷൻ്റെ കമ്പനിയുടെ ഉടമ അദ്ദേഹം ആശുപത്രി ചെയ്തു. ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ചികിത്സ കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ മകൾ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, ആവശ്യത്തിന് പണം ഉണ്ടായിരുന്നു, എന്തും പണം കൊടുത്ത് മേടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങളുടെ പപ്പയ്ക്ക് ആ പണമുണ്ടെങ്കിലും ആവശ്യമുള്ള ഓക്സിജൻ കിട്ടിയില്ല. ഓക്സിജൻ വാങ്ങാൻ പണമില്ലായിരുന്നു. കാരണം ഓക്സിജൻ പണം കൊടുത്താൽ കിട്ടുമായിരുന്നില്ല. ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു. ഇത് കോവിഡ് സമയത്ത് ഏറ്റവും പ്രധാനമായ ഒരു ലോകത്തെ ആദ്യ ആഴ്ചകളിൽ വന്നൊരു വാർത്തയാണ്. എൻ്റെ മനസ്സിൽ വലിയ തോതിൽ ഒത്തിരി നമ്മളെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതിനെല്ലാം ഒരുമിച്ച് ചേർന്ന് നമുക്ക് നേരിടാൻ പറ്റും. അതുപോലെ പ്രളയം വന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞങ്ങൾ പ്രളയത്തിൻ്റെ സമയത്ത് വാളണ്ടിയർമാർ ഞങ്ങളൊക്കെ ഈ പോയതാണ് പല. അന്ന് ഞാനിവിടെ MLA അല്ല, അതിന് മുമ്പാണ്. അപ്പോൾ പരുമല പള്ളിയിൽ, ഏറ്റവും വലിയ പള്ളിയാണ് പരുമല പള്ളി, അവിടുത്തെ മുസ്ലിം ദേവാലയം, ചക്കുളത്ത് കാവ്, ഇവിടെയൊക്കെ ഞങ്ങൾ പോയി. ഇവിടെയൊക്കെ അങ്ങ് ശ്രീകോവിലിൻ്റെ അവിടെ വരെയും അമ്പലങ്ങളിലാണെങ്കിൽ, അതുപോലെ മദ്ദഹോരയൊക്കെ ചെളിയൊക്കെ അടിഞ്ഞ് കിടന്ന്. കാരണം പമ്പയാറും അച്ചൻകോവിലും ഒക്കെ എല്ലാ സ്ഥലവും കരകവിഞ്ഞല്ലേ, എല്ലാവരും ചേർന്ന് വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇത്തരം കാര്യങ്ങളെ നേരിടാൻ പറ്റുന്ന നല്ല മാനസികാവസ്ഥയുണ്ട്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം. ആ ഗുണത്തിൻ്റെ അംശങ്ങളിൽ പലപ്പോഴും പോരായ്മകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ നേരിടുന്നൊരു പ്രശ്നം. ഇവിടെ ആശ്രയനാണെങ്കിൽ ഇവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ സന്തോഷത്തോടെ വന്ന് താമസിക്കാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പരമാവധി ഇതിൻ്റെ സംഘാടകരെല്ലാം ശ്രമിക്കുന്നുണ്ട്. ദൈവം മനുഷ്യനായി രൂപമെടുത്തു. അതുകൊണ്ട് രോഗിയായിരിക്കുന്നവർക്കും വഴിവെക്കിൽ കഴിയുന്നവർക്കും അതുപോലെ നിരാശ്രയർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമെല്ലാം സദൃശ്യനായി ദൈവമുണ്ട്. അതായത് നമ്മളോടെല്ലാം സദൃശ്യനായി ഒരു ദൈവമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ദൈവം നമ്മെ അനാഥനായി വിട്ടുകളയുകയല്ല ചെയ്തത്. നിങ്ങളോട് സദൃശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൈവം നിങ്ങളെപ്പോലെ മനുഷ്യനായി, നമ്മെപ്പോലെ മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ് ഈ മനുഷ്യാവതാരത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. ഈ മനുഷ്യൻ അതിയായ വിലയുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മളെല്ലാവരും വിലയുള്ളവരാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം
തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? അവൻ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ, അനാഥനായി തീരാതിരിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ അവനെ പോലെ പാപമൊഴികെ എല്ലാ കാര്യങ്ങളിലും മനുഷ്യനായി ദൈവം അവതരിച്ചു. നമ്മെപ്പോലെ ഒരു ശിശുവായി ജനിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഒരു ജനിക്കുന്നതിനൊരു ഒരു പ്രസവം നടക്കുന്നതിന് ഒരിടം വേണം. ദൈവപുത്രൻ ഈ ലോകത്തെ, ഈ അണ്ടകടാഹത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവത്തിന് പിറക്കാൻ ഒരിടമില്ല. ഇങ്ങനെ വഴിയമ്പലങ്ങൾ തോറും വീടുകൾ തോറും കയറി ഇറങ്ങുകയും അവസാനം ഒരിടത്തും ഒരു ഇടം ലഭിക്കാത്തത് കൊണ്ട് ഒരു കാലിത്തൊഴുത്താണ് ജനിക്കുന്നതിന് ഈ ദൈവത്തിന് ലഭിച്ചത്. അതുകൊണ്ടാണ് ഈ പാവപ്പെട്ടവൻ്റെ എല്ലാം വികാരം, അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ വികാരം, ഇതുപോലെ പ്രസവിക്കാൻ ഇടമില്ലാതെ പ്രസവിച്ചവരുടെ എല്ലാം വികാരം അറിയാവുന്ന ഒരു ദൈവം ലോകത്ത് വേറെയില്ല. ഈ ദൈവത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും വികാരം അറിയാം. വേദനിക്കുന്നവരുടെ വേദന അറിയാം, രോഗികളുടെ രോഗമറിയാം. അതുകൊണ്ടാണ് അവൻ അനേകായിരങ്ങളെ സുഖപ്പെടുത്തിയത്. വിശക്കുന്നവരുടെ വിശപ്പറിയാം. അതുകൊണ്ടാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തരാക്കിയത്. വേദിയിലിരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയമുള്ളവരെ, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് തികച്ചും യാദൃച്ഛികമാണ് എങ്കിൽ പോലും ഇന്ന് ഈ ഒരു സായാഹ്നത്തിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും ഒരു പക്ഷേ ഈശ്വരൻ അനുഗ്രഹിക്കുന്ന പക്ഷം ഭാവിയിൽ ഇതുപോലൊരു പ്രസ്ഥാനം ആയിട്ട് എളിയ തോതിൽ സഹകരിച്ച് മുമ്പോട്ട് പോകുവാനും ഉള്ള പ്രത്യാശ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇന്നിവിടെ പങ്കെടുക്കാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് സമ്പദ്സമൃദ്ധമായ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജനങ്ങൾ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു സുദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ കല്ലേവരം ആശ്രയ സംഗീതവും ഇതിനൊരു ക്രിസ്മസ് ആഘോഷമായിട്ട് കൂടുവാൻ സാധിച്ചു. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. നിങ്ങളൊക്കെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ, ക്രിസ്മസ് ഫാദറിൻ്റെ വേഷമൊക്കെ ധരിച്ച കുട്ടികളൊക്കെ ധരിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിനേക്കാളേറെ സന്തോഷമുണ്ട്. മാനവ രാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ബേഥലേഹം പുൽക്കൂട്ടിൽ ജാതനായ ഉണ്ണീശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ ദിവസം, ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും, എനിക്ക് മുന്നേ സംസാരിച്ച പറഞ്ഞതുപോലെ പല നാടുകളിലൊക്കെ ആയിരുന്നവർക്ക് ഈ ആശ്രയ സങ്കേതം ഒരു അഭയകേന്ദ്രമായി നിങ്ങൾക്കൂടെ കടന്നു വന്ന ഇത്രയും സന്തോഷവും സുഖവും സൗഭാഗ്യങ്ങളും ആളുകളെ കാണാനൊക്കെ പരമേശ്വരൻ ഇടയാക്കി. അതിനായി ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. കല്യാണം ജോസാറിൻ്റെ കീഴിൽ അദ്ദേഹം ഒരു ഈ മനുഷ്യന് നന്മയുള്ള ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് കല്യാണം ജോസാറ് നേതൃത്വം കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നന്മയുടെ ഉറവ് പറ്റാത്ത, നാൾക്ക് നാൾ ഉയർച്ചയിലേക്ക് പോകുന്ന അനേക ആളുകളുടെ സഹായ ഹസ്തങ്ങൾ രാഷ്ട്രീയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്.